വിദേശ സർവകലാശാലകൾ എന്നത് നയമായി ഏറ്റെടുത്തിട്ടില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ചർച്ചകൾക്ക് മാത്രമാണ് സർക്കാർ തുടക്കം കുറിച്ചത്. ക്ഷേമ പെൻഷൻ 3 മുതൽ 4 മാസം വരെ കുടിശ്ശികയുണ്ടെന്നും ഇത് കൃത്യമായി നൽകുമെന്നും ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ധനമന്ത്രി വ്യക്തമാക്കി. ബജറ്റിലെ പുതിയ പ്രഖ്യാപനങ്ങളും ധനമന്ത്രി നിയമസഭയിൽ നടത്തുകയും ചെയ്തു. വിവിധ വിഷയങ്ങൾ ധനമന്ത്രി ഈ പ്രസംഗത്തിൽ പരാമർശിച്ചു പോകുകയും ചെയ്തിരുന്നു. സമഗ്ര വിവരങ്ങളുമായി എസ് ഷീജ. ഏതായാലും നിയമസഭയിൽ 3 ദിവസം നീണ്ടുനിന്ന ബജറ്റ് ചർച്ചയ്ക്കാണ് ഇന്നിപ്പോൾ സമാപനമായത്. ഓരോ ദിവസവും കാണാൻ സാധിച്ചത് നിയമസഭയിൽ പ്രത്യേകിച്ചും കേന്ദ്രത്തിനെതിരായി ദില്ലിയിൽ നടത്തിയ സമരം. ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സംസ്ഥാനത്തിനൊപ്പം ചേർന്നില്ല. അതിലുള്ള വിമർശനം ഭരണപക്ഷ അംഗങ്ങൾ 3 ദിവസങ്ങളിലും ചർച്ചയിലുടനീളം ഉന്നയിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിനൊപ്പം തന്നെയാണ് സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയിൽ വന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഓരോ വിമർശനങ്ങൾക്കുമുള്ള മറുപടി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ നൽകുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയേണ്ടത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ്. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു. കാരണം ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് 3 മുതൽ 4 മാസം വരെയുള്ള കുടിശ്ശികയുണ്ട് എന്നുള്ളത് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. ഇത് ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് ധനമന്ത്രി പറഞ്ഞത്. അതിനൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ 3 മാസം മുതൽ 4 മാസം വരെയുള്ള കുടിശ്ശിക അത് കൃത്യമായി തന്നെ സർക്കാർ നൽകുന്നതായിരിക്കും. അതിൽ ഒരാശങ്കയും ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല. പ്രത്യേകിച്ചും അതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് പോലെ 2500 വരെ എത്തിക്കുക അത് സർക്കാർ ചെയ്തിരിക്കും എന്നുള്ള കാര്യവും ധനമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ UDF സർക്കാരിന്റെ കാലത്ത് നൽകിയതിനേക്കാൾ കൂടുതൽ തുക പെൻഷൻ ഇനത്തിൽ LDF സർക്കാർ വന്നതിന് ശേഷം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊന്ന് വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ബജറ്റിൽ അദ്ദേഹം പ്രഖ്യാപിച്ച ഇതിനോടനുബന്ധിച്ചുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനെ വലിയ വിവാദത്തിലാഴ്ത്താനായിരുന്നു പ്രതിപക്ഷം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനും പ്രതിപക്ഷത്തിനുള്ള മറുപടി ഇന്ന് അദ്ദേഹം നിയമസഭയിൽ നൽകി. ഇപ്പോഴിവിടെ 30,000 പേര് 7,000 പേരും 8,000 പേരും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏജൻസികളെ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഇവിടെ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പം കേരളത്തിനകത്ത് ഈ തരത്തിൽ മാറ്റം ഉണ്ടാവണം. നല്ല ജോലിയും വരുമാനം ഉണ്ടെങ്കിൽ ആളുകൾ നിൽക്കും. അപ്പം അതിനെപ്പറ്റിയേ പറഞ്ഞിട്ടുള്ള പുതിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ പറ്റി ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു. മാഷ് നമ്മുടെ MLA കൂടിയാണ്. മാഷ് പറഞ്ഞാൽ എന്താ, ഞങ്ങളിത് ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ CPM-നെ ഇപ്പോൾ ഈ നയം എടുത്തിട്ടില്ല. CPM അല്ല എല്ലാ നയവും ഗവൺമെൻറ് നടത്താൻ പറ്റില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ചെയ്യും. കാരണം ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല ഇവിടെ. പക്ഷേ പൊതുവായ മാനദണ്ഡങ്ങൾ നോക്കിയേ പറ്റൂ. ഇത്തരം ചർച്ചകൾ പോലും പാടില്ല എന്ന് പറഞ്ഞൊരു ചർച്ച വരുന്നത് ശരിയല്ല. അതോടൊപ്പം തന്നെ ബജറ്റ് പ്രസംഗത്തിൽ വിവാദമാക്കാൻ ശ്രമിച്ച മറ്റൊന്നാണ് CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ധനവകുപ്പ് കൃത്യമായ രീതിയിൽ തുക വകയിരുത്തിയില്ല എന്നുള്ളത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ ധനമന്ത്രി പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു വേർതിരിവും സംസ്ഥാന ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം. അതിനൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞത് പൊതുവിതരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 1930 കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 70 കോടി രൂപ കൂടി അധികമായി ഇന്നത്തെ പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ രീതിയിൽ 2001 കോടി രൂപയുടെ നീക്കിയിരിപ്പാണ് ഈ മേഖലയ്ക്കായി നിലവിലിപ്പോൾ നീക്കിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സബ്സിഡി സാധനങ്ങളുടെ കുറവ് ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ അത് ധനവകുപ്പ് ഉറപ്പാക്കും എന്നുള്ള കാര്യവും ധനമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടത് പല മേഖലകൾക്കായി കൂടുതൽ തുക ഈ ബജറ്റിൽ പുതുക്കിയ ബജറ്റ് പ്രകാരം നീക്കിയിരുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും അദ്ദേഹം ഇന്ന് നിയമസഭയിൽ വിശദീകരിക്കുകയും ചെയ്തു. ഈ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഓരോ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞ ഒരു മറുപടി പ്രസംഗം തന്നെയായിരുന്നു ഇന്നിപ്പോൾ ബജറ്റിന്മേലുള്ള പൊതുചർച്ച അവസാനിച്ചപ്പോൾ നിയമസഭയിൽ കാണാൻ സാധിച്ചത്. വിവരങ്ങൾ നൽകിയത് എസ് ഷീജ.